സാറയാണ്. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇതിൽ 2 വലിയ സവാള, 5-6 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ ഇടുന്നത്. കാരണം ഞാൻ തേങ്ങാക്കൊത്ത് ഒരുപാട് മൊരിഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒപ്പം ഇടുന്നത്. എന്നാലേ ആ ഒരു തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 1 സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓയിൽ ഒഴിച്ചത് ഞാൻ തവിടെണ്ണയാണ്. തവിടെണ്ണ ഒഴിക്കാൻ കാരണം ഞാൻ ബീഫ് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ബീഫാണ് വാങ്ങിക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണയോട് ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ പെട്ടെന്ന് തട്ടിപ്പോവും. അപ്പോൾ എന്റെ കുറെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യില്ലട്ടാ. കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവര് സൂക്ഷിക്കുക. ഞാൻ എന്തോ അത്രയധികം ശ്രദ്ധിക്കാറില്ല. കൊളസ്ട്രോൾ ഒന്നും വന്നിട്ടില്ല. വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ടേസ്റ്റിലൊക്കെ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ഒരാളാണ്. അപ്പോ ഏകദേശം ഒരു 70% നമുക്ക് ഇങ്ങനെ വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് മുരിഞ്ഞ് കണ്ടോ, ഈ ഒരു പാകം മതിയാകും. അപ്പോ പൊടികൾ ചേർക്കാം. ഏകദേശം എന്റെ കുഞ്ഞി സ്പൂണാണ് കേട്ടോ. അതില് 1 സ്പൂണോളം മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണ്. വീട്ടിലൊക്കെ അമ്മച്ചിമാർക്കും ചേച്ചിമാർക്കൊക്കെ പൊടിക്കാൻ അറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവും അതിന്റെ പൊടിക്കണം എങ്ങനെയെന്ന്. അത് ഞാനൊരു 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആ കുഞ്ഞി സ്പൂൺ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 4-5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. സെയിം മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി അതുപോലെ തന്നെ 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പൈസി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അത് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരിഞ്ഞു പോവരുത്, എന്നാൽ ഏകദേശം ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളർ വരണം. അതായത് ഒരു കറുപ്പല്ല, എന്നൊരു ഡാർക്ക് കോഫി ബ്രൗൺ വന്ന പോലെ നമ്മൾ തീ കൂട്ടിയും കുറച്ചും അത് കരിയിച്ച് കളയാതെ നന്നായിട്ട് വഴറ്റുക. ഞാൻ അതിലേക്ക് പോരാത്തത് നമുക്ക് വഴറ്റുമ്പോൾ മനസ്സിലാവും ഇച്ചിരി മസാല കുറവാണ്. ആ സ്മെല്ല് വരുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി മസാലപ്പൊടിയും കുറവ് തോന്നിയപ്പോൾ ഞാൻ 1 സ്പൂൺ മസാലപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കളറ് വരണം. അതായത് ഒരു കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ കളറ്. കാരണം മൊരിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ചില പിള്ളേർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതാണ് ആ കളറ് പറഞ്ഞത്. അപ്പൊ ഞാൻ ബീഫ് ഇട്ടു. ഈ ബീഫ് ഏകദേശം ഒരു 2 കിലോ ഉണ്ട്. ആ 2 കിലോ ആയതുകൊണ്ടാണ് 2 വലിയ സവാള എടുത്തത്. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് ഉപ്പ് പോരാത്തത് കാരണം നമ്മൾ ഓൾറെഡി 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നമ്മളിങ്ങനെ ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് തൊട്ട് വായിൽ വെച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് നമ്മളങ്ങ് കുക്കർ അടക്കുക. അടച്ചിട്ട് ഞാൻ ബീഫ് വേവിക്കുന്നത് ഇപ്പൊ കണ്ടോ, തീ കൂട്ടിയിട്ടേക്കുവാണ്. 1 വിസിൽ വരും. 1 വിസിൽ വന്ന് കഴിഞ്ഞിട്ട് കുറച്ചിട്ടിട്ട് 15 മിനിറ്റ് ആണ്. ഈ കുറച്ചിടണ സമയത്ത് വിസിലൊക്കെ പോകും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. 15 മിനിറ്റ് ആണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളം വരുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. കഴുകിയിട്ട് ഊറ്റി വെച്ചേക്കുമായിരുന്നു വെള്ളം പോവാൻ. ഇത്രയും വെള്ളം ഇതിലുണ്ട്, മനസ്സിലായോ? അപ്പോ നമ്മൾ അടുത്തത് ഒരു മൺചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ബീഫിന് അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം, എന്നിട്ട് അതിലേക്ക് ഇതങ്ങ് ഇടുക. ഇതിട്ടിട്ട് നമ്മളുടെ പാകത്തിന് എത്ര ചാറിൽ നമുക്ക് വേണം, അല്ല പൊറോട്ട ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആ ഒരു പാകമാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാം. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം, അതായത് ഗ്യാസ് ഓഫ് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വരട്ടി. നമ്മൾക്ക് എത്രത്തോളം ഡ്രൈ ആക്കണം അത്രത്തോളം നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കാൻ പറ്റും. ഈ സ്റ്റേജിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് നോക്കാം, എരിവ് നോക്കാം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇടാം. കണ്ടോ, ഈ ഒരു പാകമായപ്പോ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺചട്ടി ചൂടാവാൻ സമയം എടുക്കും, പക്ഷെ അതിന്റെ ഓഫ് ചെയ്താൽ അതിങ്ങനെ തിളച്ചോണ്ടിരിക്കും. ഞാനപ്പോ പച്ചപ്പും ഹരിതാവും കൂടുതൽ എന്റെ കറികൾക്ക് ഉണ്ടാവും. വേപ്പില നമ്മുടെ വീട്ടിലെ വേപ്പില ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇട്ടത്. അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു പാകത്തിന്, അതായത് നമ്മൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ വരട്ടിയൊക്കെ എടുക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. കറി അടിപൊളിയാണ്.